ത്രിയേക ദൈവത്തിന് സ്തുതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ധ്യാനിക്കുന്നത്. യേശു കർത്താവിൻ്റെ ജീവിത ശൈലിയിലും പഠിപ്പിക്കലുകളിലും ഒക്കെ ഉള്ള വ്യത്യസ്തത കണ്ടിട്ടാവാം യേശുവിൻ്റെ സ്വത്വബോധത്തെപ്പറ്റി അറിയാൻ അടുത്തുകൂടിയിരിക്കുന്ന യഹൂദ പ്രമാണിയായ നിക്കോദെമോസിനോടുള്ള സംവാദത്തിലൂടെ വിശുദ്ധ മാമോദീസായുടെ ചില മർമ്മങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദെമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു. വാക്യം 2 പാണ്ഡിത്യവും പ്രമാണിത്വവും മാറ്റിവെച്ചിട്ട് ആത്മീയ അനുഭവങ്ങളെയും സത്യങ്ങളെയും സ്വന്തമാക്കി വ്യക്തിത്വത്തോട് വിളക്കിച്ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള മാതൃകയാണ് ഈ വാക്യം. പഠിച്ചതും മനസ്സിലാക്കിയതും മാത്രമാണ് ശരി എന്ന് കരുതി മറ്റൊന്നും അന്വേഷിക്കാതെ ഇരിക്കുന്നത് ജീവിതത്തിൻ്റെ പുതുമയെ കെടുത്തിക്കളയും. ഇനിയും ഒരുപാട് അറിയാനുണ്ട്. പുതിയതിലേക്കുള്ള വളർച്ച സാധ്യമാകേണ്ടതായിട്ടുണ്ട്. പരീക്ഷ പ്രമാണിയായിരിക്കുന്ന നിക്കോദെമോസ് യേശുവിൻ്റെ അടുക്കൽ വരേണ്ട ഒരു കാര്യവുമില്ല. തനിക്കെല്ലാം അറിയാം, പ്രമാണിയും പ്രധാനിയും ഒക്കെയാണെന്ന് കരുതി തൻ്റെ നടപ്പും നിലപാടും ശരിയാണ് എന്നൊക്കെ കരുതി ആ പഴയതിൽ തന്നെയുള്ള ഇരിപ്പല്ല, പിന്നെയോ നന്മ ചെയ്തും നന്മ ചെയ്യാൻ ആഹ്വാനം ചെയ്തും ജീവിക്കുന്ന യേശുവിൻ്റെ നന്മ നിറഞ്ഞ ജീവിതം കണ്ടപ്പോൾ തോന്നിയ ആകർഷണീയത നിക്കോദെമോസിനെ യേശു കർത്താവിൻ്റെ മുമ്പിൽ എത്തിക്കുകയാണ്. വിശുദ്ധ മാമോദീസ പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി ജീവിക്കാനുള്ള സാധ്യതകളുടെ ഉദ്ഘാടന കർമ്മമാണ് വിശുദ്ധ മാമോദീസ സമയത്ത് നടക്കുന്നത്. പുതുമ സൃഷ്ടിക്കാൻ ഒത്തിരി സാധ്യതകളാണ് മനുഷ്യരുടെ മുമ്പിലുള്ളത്. പുതുമയില്ലാത്ത ജീവിതത്തിന് ഭംഗി കാണില്ല. നല്ല വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും നമ്മെ നയിക്കുന്നത് ജീവിത നൈർമല്യത്തിനു വേണ്ടിയുള്ള തുടർച്ചയായ അന്വേഷണവും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാനുള്ള മനസ്സും ജീവിതത്തിൻ്റെ അർത്ഥം വർദ്ധിപ്പിക്കും. യേശു കർത്താവ് നിക്കോദെമോസിനോട് പുതിയ ജീവിതത്തിൻ്റെ സാധ്യതകളും അർത്ഥവും പറഞ്ഞുകൊടുത്ത് പുതിയ മനുഷ്യനാകാൻ അവനെ സഹായിക്കുന്നത് പോലെ നമ്മയും സഹായിക്കും, ഉറപ്പാണ്. യേശുവിൽ നിന്ന് കിട്ടിയ ആശയങ്ങളെ അവസരങ്ങളാക്കി നിക്കോദെമോസ് മാറ്റിയത് കൊണ്ടാണ് യേശു കർത്താവിനെ അടക്കം ചെയ്യുന്നതിന് നിക്കോദെമോസിന് നേതൃത്വം നൽകുവാൻ ഇടയാകുന്നത്. അങ്ങനെ പുതിയ ജീവിത ശൈലിയിലേക്കും മികച്ചതിലേക്കും യാത്ര ചെയ്യാൻ ദൈവമക്കളാകാൻ മാമോദീസ ഏറ്റ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. അത് വാക്യം 2. ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് തരുന്ന വരികളാണ് ഇവ. നിക്കോദെമോസ് യേശു കർത്താവിൽ കാണുന്ന മനോഹരമായ കാഴ്ച യേശുവിൽ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം യേശുവിൻ്റെ വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ ഭാവവും മുഖച്ഛായയും ഉണ്ട്. അല്ലെങ്കിലും കർത്താവ് നിരന്തരം പറഞ്ഞു വെക്കുന്നത് എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതൊരു കടമയും ഉത്തരവാദിത്വവുമാണ്. ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന, മാമോദീസ ഏറ്റിരിക്കുന്ന എല്ലാവരുടെയും ചെയ്തികളിലൂടെയും വാക്കുകളിലൂടെയും ദൈവസ്നേഹത്തെ അടയാളപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പിന്നെ നമ്മളിൽ കർത്തൃത്വം നടത്തുന്നതും ദൈവവും ദൈവാത്മാവും ആണെങ്കിൽ സ്വാഭാവികമായും ദൈവം നമ്മളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവം കൂടെയുള്ളവർക്ക് ഒരുപാട് നന്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. നിക്കോദെമോസ് പറയുന്നു, ദൈവം കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ആർക്കും ചെയ്യുവാൻ കഴിയില്ല. അതെ, ഈ തലമുറയിലും ദൈവം കൂടെയുള്ളവരും ദൈവത്തോടൊപ്പമുള്ളവരും ധാരാളമുണ്ട്. എപ്പോഴും ദൈവം അങ്ങനെയാണ്, കൂടെ നിൽക്കും. പകലെങ്കിൽ മേഘസ്തംഭം പോലെ, രാത്രി അനുഭവങ്ങളെങ്കിൽ അഗ്നിത്തൂണായി. അതൊരു ധൈര്യമാണ്. നിക്കോദെമോസ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ
നമുക്കേവർക്കും ഇടയാകട്ടെ. മാമോദിസ ഏറ്റവർ ദൈവരാജ്യ മൂല്യങ്ങളെ ഭൂമിയിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. വാക്യം 4. യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാനുള്ള ആത്മീയ പരിശ്രമത്തെയാണ് ഈ വാക്യത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും അർത്ഥം എപ്പോഴും പിടികെട്ടണം എന്നില്ല. നിക്കോദെമോസ് തനിക്ക് മനസ്സിലാകാത്ത രഹസ്യങ്ങളെ യേശുവിൻ്റെ സന്നിധിയിലിരുന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന ദൃശ്യത്തിൻ്റെ ഭംഗി അപാരമാണ്. എന്തെങ്കിലും മനസ്സിലാകാതെ വരുമ്പോൾ ഇഷ്ടപ്പെടാതെ ഇട്ടിട്ട് പോകുന്ന ജീവിതക്രമമല്ല ക്രിസ്തീയത. പിന്നെയോ യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരങ്ങളെ ഗ്രഹിക്കാനുള്ള പരിശ്രമമാണ് നമുക്കിന്ന് ആവശ്യം. എന്നിട്ട് ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് യേശു കർത്താവിൻ്റെ വാക്കുകളെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ഇടയാകുമ്പോഴാണ് ദൈവകൃപയായി അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതിനാൽ ആത്മീയ പരിശ്രമങ്ങൾ ജീവിതത്തിൻ്റെ ക്രമമായി ഭാഗമായി മാറട്ടെ. മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ പ്രാപ്തരാകേണ്ടതായിട്ടുണ്ട്. ഓടി ഒളിക്കാനല്ല, ഇട്ടിട്ട് പോകാനുമല്ല, മറിച്ച് നിക്കോദെമോസിനെ പോലെ കാൽവറി മല കയറി കുരിശിൽ നിന്നും മൃതശരീരം താഴെയിറക്കി സുഗന്ധദ്രവ്യങ്ങൾ പൂശി കല്ലറയിൽ അടക്കം ചെയ്യാനും നാം ഒരുക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അവസാനത്തോളം അവനായി അടിമവേല ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ അടയാളപ്പെടുത്താൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആമേൻ.